കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 39ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിന്റെ പേരാണ് പുലിമുരുകൻ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ മാനിറച്ചിയുടെ രുചിയുള്ള ബീഫ് കറി. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഈ മാനിറച്ചി വെച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്നും പറയുന്നതല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ബീഫ് കറി എന്ന് മാത്രം. ഈ റെസിപ്പിയിൽ ആവശ്യമായ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. ആദ്യമായി ഇളം ബീഫ്, അതായത് അധികം മുറ്റാത്തത് 1 കിലോ, സ്ലൈസ് ചെയ്ത സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത് വയണ ഇല, ഇത് സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഒന്നിൻ്റെ ഇലയാണ്. ഇത് പട്ട, ഇത് ജാതിക്ക, ഗ്രാമ്പു, മല്ലിപ്പൊടി, തൈര്, കറുത്ത ഏലക്ക പൊടിച്ചത്, ഇത് ജാതിക്കപ്പൊടി, ഇത് തക്കോലം, ഇതിൽ പെരിഞ്ചീരകമുണ്ട്, ഇത് പച്ച കുരുമുളക്, മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനം. അത് ഞാനൊരു കുക്കർ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് സ്പൈസസ് എല്ലാം ഇടുകയാണ്. സോംഫ്, ഗ്രാമ്പു, പട്ട, ജാതിപത്രി, വയണയില, സർവ്വസുഗന്ധി, ഇത് കറുത്ത ഏലക്കപ്പൊടി, ജാതിക്കയുടെ പൊടി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടാം. സവാള ഇടാം. പച്ചമുളക്, ഞാൻ അറിയാതെ ആദ്യം പെരിഞ്ജീരകത്തിന് സോംപെന്ന് ഹിന്ദിയിൽ പറഞ്ഞു. അത് പെരിഞ്ജീരകമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. ഉള്ളി പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തത്. പിന്നെ എണ്ണയും കുറവായിരുന്നു, അങ്ങനെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. തീ താത്ത് വെച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പുലിമുരുകൻ സിനിമ കണ്ട അന്ന് മുതൽ വിചാരിക്കുന്നതാണ് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞതുപോലെ പച്ച കുരുമുളകിട്ട ബീഫ് കറി ഉണ്ടാക്കണമെന്ന്. ഇന്നാണ് അതിന് സമയം കിട്ടിയത്. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ഇടാം. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണത്. ചതച്ച പച്ച കുരുമുളക് അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടു. കുറച്ച് ഉപ്പ് കൂടെ ഇടുക.
നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ അടപ്പൂച്ചടച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം ഉള്ളി ഉള്ളതുകൊണ്ട് വെള്ളം സാധാരണ അതിൽ നിന്ന് തന്നെ വരും. അതുകൊണ്ട് വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. അങ്ങനെ പച്ച കുരുമുളക് ഇട്ട് വെച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല മണവുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 40ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.